നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായൺ. ആസിഫ് അലി സമ്മാനിച്ച പുരസ്കാരം സ്വീകരിച്ചില്ല. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ചു വെച്ചു, ആവശ്യം വരും. പകരം സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം എടുത്ത് ജയരാജിന് കൈമാറി. തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു. ഇയാള് തമ്പുരാനാന്ന് പറയണു. ഏത് പോലത്തെയാണാവോ? മട്ടും മാതിരിയും കണ്ടിട്ട് ചന്ത തമ്പുരാനാ. ആദരിച്ചിരുന്നു. ആദരിക്കുന്നതിനായി ആസിഫ് അലിയെയാണ് ക്ഷണിച്ചത്. ആസിഫ് അലിയെ ക്ഷണിച്ച് ആസിഫ് അലിയുടെ കയ്യിലേക്ക് മൊമെന്റോ കൊടുക്കുന്നു. പക്ഷേ പറയാതെ കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം. ഞാൻ പറയണതിന്റെ മറുപടി കേട്ടിട്ട് പോകണം. സദസ്സിനെ പുറം തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും തൃപ്തിയല്ലാത്ത രീതിയിൽ അത് വാങ്ങിക്കുന്നു. ആസിഫ് അലിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. പിടിച്ചത് ഭയങ്കര സംസ്കാരമില്ലാത്തവൻ അപമാനിക്കുന്ന രീതിയിൽ എതിർഭാഗത്തേക്ക് നോക്കുന്നു. സദസ്സിനെ പുറം തിരിഞ്ഞു നിന്ന് ഈ മെമന്റോ വാങ്ങിക്കുന്നു. മെമന്റോ വാങ്ങിയതിനു ശേഷം സിനിമ നടനാ, സീരിയൽ ആക്ടറാ, പാട്ടറാ, സിംഗറാ, ആരാണിത്? എന്ത് കോപ്പാണ് എനിക്കുള്ളത്? കുറച്ചിങ്ങട്ട് പൊന്തി വരുമ്പോത്തിനും ഇതുകൊണ്ടൊക്കെ തന്നെ അവരൊന്നും ഓടി എത്താത്തത്. ആസിഫ് അലി കസേരയിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ സദസ്സിലിരുന്ന സംവിധായകൻ ജയരാജിനെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. കൊളപ്പുള്ളി അപ്പൻ ചെറ്റ ഭൂലോക ചെറ്റ. ജയരാജിന്റെ കയ്യിൽ മെമന്റോ വീണ്ടും കൊടുക്കുന്നു. കൊടുത്തിട്ട് സദസ്സിൽ അഭിമുഖമായി നിന്നുകൊണ്ട് ആ മെമന്റോ വീണ്ടും സ്വീകരിക്കുന്നു. ജയരാജിയെ ഞാൻ വിളിച്ചു. ജയരാജി വന്നു. ഇവനൊക്കെ ഏറെ ആസിഫ് അലി ഇവന് അവാർഡ് കൊടുക്കാൻ വിളിച്ചോ പോരുതാ. ഇങ്ങനത്തെ നാറികൾക്കൊക്കെ ആസിഫ് അലി അവാർഡ് കൊടുക്കേണ്ടി വന്നല്ലോ നോക്കുമ്പോഴാണ് അയ്യോ അവാർഡല്ലോ എന്താ മെമന്റോ. അതായത് പൂർണ്ണമായും ആസിഫ് അലിയെ അപമാനിക്കുന്ന രീതിയിലാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ഇന്നലെ പെരുമാറിയത്. ഇവൻ എന്തിന് ഇവനെയൊക്കെ ആരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇങ്ങനത്തെ അല്പന്മാരെ? അയ്യേ വൃത്തികെട്ടവൻ. അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവനെന്തോ മുഴുത്തവനെ പോലെ. നീ ഏത് മുഴുത്ത എന്ത് പറയുക കാണിച്ചു? എനിക്ക് ആ കണ്ടിട്ട് പെരുമാറ്റം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ആസിഫ് അലി മറ്റ് പ്രതികരണങ്ങളൊന്നും നടത്താതെ ആദ്യമായിട്ട് കാണാം ഈ ഉളുപ്പില്ലാത്തവൻ. ഇങ്ങനത്തെ നാറിയെ ഞാൻ ആദ്യമായിട്ട് കാണും. ഇവൻ ഏതായവൻ? ഈ കണ്ടാച്ചാലും മതി. അവന്റെ വേഷം കിട്ടി വന്ന് നിൽക്കുന്നുണ്ട്. അവനെന്തോ മറ്റൊരുത്തനെ പോലെ വന്നേക്കുന്നത്. എന്ത് കൊണ്ടാക്കുന്നത്? ഏതോ ഈ അളിഞ്ഞ കുറെ പാട്ടുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ച് കസേരയിൽ വന്നിരിക്കുകയാണ് ചെയ്തത്. ജയരാജിൽ നിന്ന് വീണ്ടും ഈ മെമന്റോ രമേശ് നാരായണൻ ഏറ്റുവാങ്ങുമ്പോൾ ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇപ്പോഴും ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ചിരി തൂകി തന്നെ ആസിഫ് അലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയ്യോ തമ്പുരാൻ, ഗത്യന്തരമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരാൻ ക്ഷമിക്കുക, പാവമാ. അതല്ല ഒരു കാര്യം ഉണ്ടായത്. പക്ഷേ നിങ്ങൾ ക്യാമറയിൽ നോക്കുമ്പോൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ജയരാജിയുടെ അടുത്ത് ജയരാജിൽ നിന്ന് വാങ്ങിക്കാനല്ല ഞാൻ പോണത്. നീ ഒന്നും പണയണ്ട. എടാ ഈ കാരണം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഉടക്കുമെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു.